think it's clear. Hey everyone, welcome back to my channel. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ച് മീഷോന്നും ഫ്ലിപ്കാർട്ടിന്നും വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിനു വേണ്ടി വാങ്ങിയതല്ല, ഇത് കുറേ മുന്നേ കുറേ ഓരോരോ സാധനങ്ങൾ ആവശ്യമുള്ളപ്പോൾ വാങ്ങിയിട്ട് അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണ്. ഞാൻ വിചാരിച്ചു ഇതൊരു ലോങ് ഫോർമാറ്റ് ആയിട്ടൊരു വീഡിയോ എടുക്കുക. എൻ്റെ ഉള്ളതും എനിക്ക് നല്ല ഇഷ്ടമുള്ള നല്ല ബെസ്റ്റ് ക്വാളിറ്റി അത് തോന്നിയ സാധനങ്ങൾ റിവ്യൂ ചെയ്യാൻ വിചാരിച്ചു. എന്നിട്ട് 1 കൊല്ലം മുന്നുള്ളതുണ്ട്, 2 മാസം മുന്നുള്ളതുണ്ട്, 3 മാസം മുന്നുള്ളതുണ്ട്. അങ്ങനെ കുറേ അങ്ങനെ ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് വാങ്ങിയ സാധനങ്ങളല്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇങ്ങനെ വീഡിയോസ് ചെയ്താലും വിചാരിച്ചപ്പോൾ കിട്ടിയ ഐഡിയ കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ, കാരണം ഞാൻ ഇങ്ങനത്തെ കുറച്ചുകൂടി നല്ല ലോങ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് വല്ല സംസാരിക്കുന്ന വല്ല വീഡിയോസ് നോക്കണമെന്ന്. ബിക്കോസ് ഞാൻ നന്നായി സംസാരിക്കുന്ന ആളാണ്. എനിക്കെന്ത് ടോപ്പിക് കിട്ടിയാലും ഞാൻ ബ്ലാ 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 സംസാരിച്ച് പോവും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. അതൊക്കെ എന്തായാലും ഇരിക്കട്ടെ. നിങ്ങൾക്ക് വല്ല നല്ല കണ്ടൻസ് ഉണ്ടെങ്കിൽ പറയണം. ഐ വിൽ ട്രൈ ടു ഡു. വന്നിട്ട് ഒരു ബെഡ്ഷീറ്റ് കാണിക്കാം. ഞാനിത് ഷോർട്സ് ആയിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇങ്ങനത്തെ ഒരു ചെറിയ തളിന ഫ്രീ ആയി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ പില്ലോ കവറും ഇതൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറയുകയാണെങ്കിൽ ബെഡ്ഷീറ്റ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഓൺലൈനിലാണ്. എനിക്ക് കടയത്തെ ബെഡ്ഷീറ്റിനെക്കാട്ടും ഇഷ്ടം ഓൺലൈനിൽ തന്നെ. നല്ല കടയത്ത് വെച്ച് നോക്കുമ്പോൾ റേറ്റും കുറവാണ്, ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അത് എനിക്ക് കുറച്ചുകൂടി നന്നായി തോന്നിയത് ഫ്ലിപ്കാർട്ടിൽ തന്നെ. മീഷോത്തെ ബെഡ്ഷീറ്റ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, പക്ഷേ ഫ്ലിപ്കാർട്ടിലത്തെ ബെഡ്ഷീറ്റ് സൂപ്പർ. നല്ല റേറ്റും അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ഇട്ട് നല്ല കുറവും നല്ല പറയുന്നത്. കടയെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവും ആൻഡ് ഓൾസോ ദ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ റൂം കിട്ടിയ മുതലാണ് എനിക്ക് ഈ ബെഡ്ഷീറ്റിനോടൊരു പ്രാന്ത്. ഞാൻ കൂടുതലും ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സാണ് ഇപ്പോൾ ഞാൻ നോക്കാറ്. ഞാൻ ഡാർക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്തായാലും ഞാൻ വേണമെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ മാത്രം വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ സീ, കമൻറ്റിൽ പറയാൻ മതി, ഞാനത് ചെയ്യാം ലോങ് വീഡിയോ. കാരണം എൻ്റെ അത്യാവശ്യം ഓൺലൈനത്തെ ബെഡ്ഷീറ്റ് തന്നെയാണ് കൂടുതലുള്ളത്. എൻ്റെ റൂമിലേക്കുള്ള ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല, വിലയും കമ്മിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ വെറുതെ നമ്മൾ കടയിൽ പോയി സമയം കളയണം. എന്തായാലും ബെഡ്ഷീറ്റ് എനിക്ക് എന്തായാലും ഓൺലൈനിൽ തന്നെ തോന്നിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയാണ്. ഇത് 2-3 വട്ടം വാഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. സൂയ ഇത് ബെഡ്ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് ഓൺലൈനിൽ നിന്ന് വാങ്ങുക. മെയിൻലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ ഞാൻ പറയും. ഞാൻ അത്യാവശ്യം നല്ല റിവ്യൂ കുറേ വേറെ യൂട്യൂബ് ചാനൽസിൻ്റെയും കണ്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് കുറച്ച് ഇയറിങ്സ് ആണ്. ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് കുറേ കിട്ടോ 2 കൊല്ലമൊക്കെ ആയി തോന്നുന്നു. പക്ഷേ ചിലത് കളർ പോകുന്നുണ്ട്, പക്ഷെ ചിലതൊന്നും കളർ പോണില്ല. ചിലത് മാത്രമാണ് കളർ പോകുന്നുള്ളൂ. ഇത് 5-6 ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആണ് വരുന്നത്. ഇങ്ങനത്തെ ഇത് ആൻറ്റി ടാർണിഷാണ്, പക്ഷേ ചിലത് മാത്രം കളർ പോകുന്നുണ്ട്. ഇതൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കമ്മൽ വന്നിട്ടുള്ളത്. ഇതും അത്യാവശ്യം ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു തോന്നുന്നു. അടുത്ത് വന്നിട്ട് മൈ ഫേവറേറ്റ് ആൻഡ് ഇത് ഫുള്ള് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോ എന്നാണ്. ഇത് കൂടുതൽ പോയട്രി ആയിരിക്കും. ബിക്കോസ് എനിക്ക് പോയട്രിയാണ് കുറച്ചുകൂടി ഇഷ്ടം. ഈ ബുക്കൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോ എന്നാണ്. ഇതിനൊക്കെ 120, 150, 180, 210, 250ൻ്റെ മേലെ പോവില്ല. അതിൻ്റെ താഴെ ഉള്ളതാണ് ഫുൾ ബുക്സ്. ഇതൊക്കെ വേണമെങ്കിൽ ഓരോ കോംബോ ആയിട്ട് വാങ്ങും. കോംബോ ആകുമ്പോൾ 250, 245, 260 അതൊക്കെ വരും കോംബോ. പക്ഷെ ഒറ്റ എന്നാണെങ്കിൽ ഞാൻ 150ഉം 120ൻ്റെ ആവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. ആൻഡ് കുറേ ബുക്കുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ മീഷോയിൽ അത്യാവശ്യം നല്ല ബുക്കുകളുണ്ട്. ഞാൻ റിവ്യൂ നോക്കിയിട്ടൊന്നുമല്ല വാങ്ങുന്നത്. ഞാൻ വെറുതെ വാങ്ങും, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ റിട്ടേൺ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ആൻഡ് പോയട്രിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. പോയട്രിയിൽ നല്ല ബുക്കുകളുള്ള പോലെ എനിക്ക് തോന്നി. ഞാൻ ഫ്ലിപ്പിലും വേറെ ഇതിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് പോയട്രി അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മീഷോയിൽ എനിക്ക് കുറച്ചുകൂടി പോയട്രി നന്നായി തോന്നി. സോ ബുക്ക് വന്നിട്ട് അഫോർഡബിൾ ആയി എനിക്ക് തോന്നി മീഷോയിൽ. അതിൻ്റെ അടുത്ത് വന്നിട്ട് അത്യാവശ്യം വൈറലായ സാധനമായിരുന്നു ഈ ഓണം സമയത്ത് പടുത്ത് ഈ ഒരു ജാക്കറ്റ്. ഇത് കൊള്ളാം, ഇത് നല്ല സാധനമാണ്. വെറുതെ ഇങ്ങനെ അടിച്ച് പൈസ കളയണേക്കാട്ടും നല്ലതാണ് ഈ റെഡിമെയ്ഡ് വാങ്ങൽ. ഇത് കുറേ പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. അങ്ങനെ കണ്ട് വാങ്ങിയത് തന്നെയാണ് ഞാനും. ആൻഡ് ഇത് അത്യാവശ്യം നല്ലൊരു ജാക്കറ്റാണ്. ഇത് വാങ്ങിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു. എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ സാരി ഉണ്ട്, എൻ്റെ അമ്മയുടെ സാരി ഉണ്ട്. സോ അതിന് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വാങ്ങിയൊരു ബ്ലൗസാണ്. ഇത് നല്ല ക്വാളിറ്റിയാണ്. സോ വെറുതെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണത് കുറച്ചുകൂടി ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇങ്ങനെ
ഉള്ളത് വാങ്ങലാവും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ നല്ല കുറേ ഓൺലൈനിൽ കുറച്ചുകൂടി ഉണ്ട്. ഞാൻ കടയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും കടയിൽ ഞാൻ അങ്ങനെ നോക്കാറില്ല. ഒന്നാമത് ഞാൻ അങ്ങനെ ഇതൊന്നും ഉപയോഗിക്കില്ല. ഞാൻ കൂടുതൽ ജീൻസും ടോപ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ നോക്കാറില്ല. പക്ഷെ ഓൺലൈനിൽ കുറച്ചുകൂടിയും വെറൈറ്റീസ് ആൻഡ് ഫാഷനബിൾ ആയിട്ടുള്ള കുറച്ചുകൂടിയും ഓൺലൈനിലാണ് തോന്നുന്നു. അത് പറയുമ്പോൾ മിന്ത്രയിലും ഫ്ലിപ്കാർട്ടിലാണ് എനിക്ക് കുറച്ചുകൂടിയും ഇഷ്ടമായിട്ടുള്ളത്. ഈ ഒരു ഡ്രസ്സ് ഇതൊരു ഗൗണാണ്, ഒരു ടൈപ്പ് ഓഫ് പാർട്ടി വെയർ ആണ്. ഇത് ഞാൻ ഷോർട്സിൽ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ഇത് വന്നിട്ട് 900, അതിൻ്റെ മേലെ പോയില്ല, 900 800 സംതിങ് ആണ്, 900 റൗണ്ട് ചെയ്തോളൂ. ഈ ഒരു ഡ്രസ്സ് ആ ഒരു പ്രൈസിന് ബെസ്റ്റാണ്. കാരണം ഇങ്ങനത്തെ ഒക്കെ കടയിൽ പോയാൽ എന്തായാലും 1500 1200 ആ ഒരു റേറ്റ് ഉണ്ട്. ആൻഡ് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വാങ്ങിയ സാധനമാണ്. ബട്ട് ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണ്, മെറ്റീരിയലും ഡിസൈനും എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. ഞാൻ എൻ്റെ ഒരു ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആ സൈഡിൽ എവിടെയും കൊടുക്കാതിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് നല്ല രസമല്ല, അടിപൊളിയാണ്. ഇത് ഫുൾ സ്ലീവാണ്. ഈ ഒരു റേറ്റിന് ഈ ഒരു ഡ്രസ്സ് അടിപൊളിയാണ്. ഇത് വന്നിട്ട് മീഷോ എന്നാണ്. ഞാൻ എന്നിട്ട് വിചാരിച്ചു ഈ മീഷോക്കാർക്കൊക്കെ എങ്ങനെയാണ് ഈ നല്ല ഡ്രസ്സ് ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രസ്സിന് അത്യാവശ്യം നല്ല റേറ്റ് വരും, 1000 1500 ആ ഒരു റേഞ്ചിൽ വരും. പക്ഷെ ഇത് നല്ല ലെങ്ത് ഉണ്ട്, ഫുൾ സ്ലീവാണ്, നല്ല വർക്ക് വരുന്നുണ്ട്. അപ്പം ഒരു 900 കിട്ടാൻ പറയുന്നത് ലാഭമാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് 900 ഒന്നുമല്ല, ഒരു 800 സംതിങ് എന്തോ ആണ്. ഞാൻ 900 റൗണ്ടാക്കി പറഞ്ഞതാണ്. ആൻഡ് അടുത്തത് വന്നിട്ട് ഈ ഒരു ബാങ്കിളാണ്. ഇത് ഉണ്ടല്ലോ കടയിൽ റേറ്റ് ഉണ്ട്. ഇത് ഞാൻ അന്വേഷിച്ചതാണ്. ആൻഡ് ട്രാൻസാക്ഷനാണ്, പക്ഷെ കടയിൽ നല്ല റേറ്റ് വരുന്നുണ്ട്. ഓൺലൈനിൽ 200 രൂപ എന്തോ ആണ്. ഇന്ന് വാങ്ങി, ഇതെനിക്കിഷ്ടമായി. ഇത് വെറുതെ ഷർട്ടിൻ്റെ ഒപ്പം ഒക്കെ പെയർ ചെയ്യാൻ, ഈ ജീൻസൊക്കെ ഇടുമ്പോൾ പെയർ ചെയ്യാൻ കുറച്ചുകൂടി നല്ലത് ഇങ്ങനത്തെയാണ്. ഞാൻ സാധാരണ വാച്ചും ഇല്ലെങ്കിൽ ഇപ്പം ഇതുള്ളതുകൊണ്ട് ഇതുമായിട്ടാണ് ഞാൻ പെയർ ചെയ്യാറ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു 2 ടാൻ ടോപ്പാണ്, ഈ ഒരു ബ്ലാക്കും വൈറ്റും. ഇത് വന്നിട്ട് 2 ഞാൻ കോംബോ ഓഫറായിട്ട് മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് രണ്ടും കൂടി 210 എന്തോ ആണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഒന്നിന് 100 സംതിങ്. ആൻഡ് ഇതൊക്കെയാണ് സാധനങ്ങൾ. ആൻഡ് എനിക്ക് കുറച്ചുകൂടി തോന്നുകയാണെങ്കിൽ ഞാൻ ഓൺലൈനിൽ നിന്നും വാങ്ങും പുറത്തുനിന്നും വാങ്ങും. എനിക്ക് ഷോപ്പിംഗ് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മെയിൻ ലക്ഷ്യം, പൈസ ഉണ്ടാക്കുന്ന മെയിൻ ലക്ഷ്യം അതാണ്. ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും ഞാൻ പൈസ ഉണ്ടാക്കും. ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പ് ചെയ്യാൻ. അത് ഇന്ന സാധനമൊന്നുമില്ല, ഇപ്പം എനിക്ക് എല്ലാത്തിനോടും ക്രേസാണ്. സാധാരണ ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ തിങ്ങിനോടാണ് ഭയങ്കര ക്രേസ്. എനിക്ക് ഡ്രസ്സ്, ജ്വല്ലറീസ്, ആക്സസറീസ്, എവറിത്തിങ്, ഫുഡ്, അങ്ങനെ എല്ലാത്തിനോടും ഒരു ക്രേസ്. ഇപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് അടക്കം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ സെറാമിക്കിൻ്റെ പ്ലേറ്റും ബൗളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനോടും ഇഷ്ടമാണ്, എല്ലാത്തിനോടും ക്രേസാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ നിങ്ങൾ എന്തായാലും പറയണം. ഞാൻ വേണമെങ്കിൽ ഇതേപോലത്തെ ഇനിയും എൻ്റെ ഫ്ലിപ്കാർട്ടിന്നോ എന്തെങ്കിലുമൊക്കെ നോക്കി എനിക്ക് കുറച്ചുകൂടി എൻ്റെ സാധനങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ചുകൂടി ഓൺലൈനിലാണ് വാങ്ങാൻ ഇഷ്ടം. കാരണം സമയം നമുക്ക് കുറച്ചുകൂടി ലാഭിക്കല്ലോ. ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുന്ന വീട്ടിന് പുറത്ത് എത്തുന്നു, സിമ്പിൾ. പക്ഷെ ഞാൻ കടയിൽ തൊട്ട് മോശമാണെന്ന് പറയില്ല, ഞാൻ കടയിലും പോയി ഷോപ്പ് ചെയ്യും. എനിക്കങ്ങനെ ഇഷ്ടമില്ല എന്ന് ഞാൻ പറയില്ല, എനിക്ക് ഇഷ്ടമാണ് പോയി ഷോപ്പ് ചെയ്യണതും. പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കുറേ സമയം എടുത്താണ് ചിലതൊക്കെ ഇഷ്ടമാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടിയും ഷോപ്പ് ചെയ്യണത് ഓൺലൈനിലാണ്. പിന്നെ എല്ലാവരും ഇപ്പോൾ ഓൺലൈനിൽ തന്നെയാണ് കൂടുതൽ ഷോപ്പ് ചെയ്യാറ്. ബട്ട് എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഞാൻ 2 രീതിയിലും ഓൺലൈനിലും ഷോപ്പ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ കടയിൽ പോയിട്ടും ഷോപ്പ് ചെയ്യാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ചുകൂടിയും വീഡിയോസ് ആയിട്ട് വരാം. ദിസ് ടൈപ്പ് ഓഫ് കണ്ടൻസ് എനിക്കും ഇഷ്ടമായി സത്യം പറഞ്ഞാൽ.